അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എന്തൊക്കെയോ വെള്ളമെല്ലാം കൊടുത്ത് കുറച്ച് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഓട്ടോറിക്ഷ കയറ്റി ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ട് അഡ്മിറ്റാക്കി. പോലീസുകാർ വന്ന് എൻക്വയറി എടുക്കുന്നത് കണ്ടു. അതോടെ പിന്നെ പോയതാണ്, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇതുവരെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നലെ വരെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് ഒരു 5 മണിയാകുമ്പോൾ വിളിച്ചിട്ട് ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പെങ്ങളെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പോസ്റ്റ്മോർട്ടം കഴിച്ച് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാളേക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കാര്യമാണ്, ഇന്നൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എല്ലാം ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആംബുലൻസ് വിളിച്ച് വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഫ്രീസറെല്ലാം വരുത്തി ഇവിടെ വന്ന് കിടത്തി 1 മണിക്കൂർ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഫോൺ വന്നു. പെങ്ങളുടെ ഫോണിലേക്ക് വന്നു, ഇന്നമാതിരിയാണ് ബോഡി തിരിച്ചു കൊണ്ടുവരണം, അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ വിടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് 2 പോലീസുകാരും കൂട്ടി അവിടെ നിന്ന് ആംബുലൻസും 2 പേരും കൂടി വന്നിട്ട് ഇവിടെ വന്ന് ബോഡി അവരെ എടുത്തിട്ട് പോയി. 2 പേര് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ആരും പോയില്ല. ഞങ്ങൾക്ക് വിട്ടു തന്ന ബോഡിയല്ലേ. ഞങ്ങളെല്ലാം ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നിലവിൽ കയ്യിലുണ്ട്. ഇന്നലെ അവർ പറഞ്ഞില്ല. അത് ബുദ്ധിമുട്ടായി. ഇന്നലെ ഇവിടെ 10-200 പേരെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. കൂടിയിട്ട് പുറമേ അവർ ആ സമയത്താണ് ഫോൺ വരുന്നത്, ഇന്നമാതിരി ബോഡി കൊണ്ടുവന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പുറമേ അവർ ഇന്നമാതിരി അപ്പോൾ നമുക്ക് വിട്ട് തന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഇതാണ്. എന്തായാലും നമ്മൾ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അത് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അവർ ആംബുലൻസും വിട്ട് അവർ ആളെയും വിട്ട് 2 പോലീസുകാർ കോങ്ങാട് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരും കൂടി വന്ന് ആംബുലൻസും വന്ന് അവരെ വന്ന് കയറ്റിയിട്ട് പോയതാണ്. നിങ്ങൾ അവരോട് ചോദിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം? നമ്മളെല്ലാം ചോദിച്ചതാണ്. എല്ലാം ചോദിച്ച് അവർ തന്നെയാണ് എല്ലാ പേപ്പറുകളും തന്നത്. ഇത് 1 മാസമായി കഴിച്ച ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. 1 മാസമായതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഇന്നലെ തന്നെ ഒരു പേപ്പറിൽ അവർ എഴുതിയെല്ലാം തന്നതാണ്. ഇപ്പോൾ ഈ പെട്ടെന്ന് വിളിച്ച് രാത്രി ഒരു 8 മണിയാകുമ്പോഴാണ് വിളിച്ചിട്ട് ഇന്നമാതിരി പറയുന്നത് അത് റിട്ടേൺ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അയക്കാൻ പറ്റുള്ളൂ. എത്ര മണിക്കാണ് ഇവിടെ വീട്ടിലെത്തിയത്? വീട്ടിലെത്തിയത് ഒരു 8-8:30 ആയിട്ടുണ്ടാവും. 7 മണിക്കാണ് മരണം സംഭവിച്ച് 5 മണിക്ക് നടന്നത്. ഞങ്ങൾ ഇന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാം കൺഫേം ചെയ്ത് പോയത്. ഇവിടെ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് നമ്മളിവിടെ എത്തി. തിരിച്ച് ഇവരൊന്ന് കൊണ്ടുപോയത് 9 മണിയോളം ആയി. 9 മണിക്കാണ് കൊണ്ടുപോയത്. ഫ്രീസറെല്ലാം വരുത്തി നമ്മളിവിടെ എല്ലാം ഇന്ന് എടുക്കേണ്ട സെറ്റപ്പിലെല്ലാം ചെയ്താണ്. 9 മണിക്ക് നമ്മൾ തീരുമാനിച്ച് വെച്ചതാണ്. നമ്മൾ പരാതിയിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇല്ലല്ല, പരാതിയൊന്നുമില്ല. അവർ ചെയ്തൊരു അനാശാസ്യ എന്തോ ആണ്, അവരുടെ ഉള്ള ഫാൾട്ടുകളാണ്. നമ്മൾ നാടന്മാരുടെ എന്തെങ്കിലും ഫാൾട്ട് പറ്റി അവർക്ക് പല കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 25-ാം തീയതി കഴിച്ചതാണ്. 1 മാസം മേലെയായിട്ട് അവർ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ തന്നെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുക, കുഴപ്പമൊന്നുമില്ല എന്ന്, എന്തായാലും പന്തികേടാണെന്നെല്ലാം പറഞ്ഞാണ്. അന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റേതായിട്ടുള്ള സൗകര്യക്കുറവൊക്കെ ഉണ്ട്. സൗകര്യക്കുറവെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ, കുറച്ച് ദിവസം കൊണ്ട് നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടി ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ ഇരുത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ മരണപ്പെട്ടു. 5:10 ആകുമ്പോഴേക്ക് മരണപ്പെട്ടു. അതിനുശേഷം ഇവർ അറിയിച്ചു. ഞങ്ങളെല്ലാം പോയി അവിടെ പോയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. അവിടെ പോയപ്പോൾ എല്ലാം കഴിഞ്ഞു. എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും ചേർന്നിട്ടാണ് നമുക്കിത് ബോഡി തിരിച്ച് തന്നത്. നമ്മൾ ആംബുലൻസ് വിളിച്ച് ഇവിടെ എത്തി എല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ രാത്രിയോടുകൂടി 8-8:30 ആകുമ്പോഴാണ് ഇന്നമാതിരി വിളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബോഡി വിടുകയുള്ളൂ എന്ന് പറഞ്ഞ്